ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നേരെ സഫാരി മോളിൽ പോയിട്ട് ഇതേപോലെ ഒരു നല്ല ബ്രേസ്ലെറ്റ്, അതുപോലെ ഇന്നേഴ്സിന് ഒരു പെൻസിൽ കേസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും വലിയ സൈസ് നോക്കി അവൾ വാങ്ങിച്ചിട്ടുണ്ട്. റബ്ബറും കട്ടറും എല്ലാ സാധനവും ഉള്ളിലുള്ളത് തന്നെയാണ് കേട്ടോ. സോ അതൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി നമ്മൾ നേരെ പോയത് ഷോറൂമിലേക്കാണ്. നമ്മുടെ കാറ് ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. സോ അനദർ കാർ നമ്മളിന്ന് പർച്ചേസ് ചെയ്യാണ്. സോ അതിൻ്റെ ഹാപ്പിനെസ്സിലൊക്കെയാണ്. ഇച്ചിക്കുട്ടീനെ നോക്കിയേ, ഇച്ചിക്കുട്ടി ഇരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കാറൊക്കെ വാങ്ങിച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോരുവാണ് കേട്ടോ. അപ്പം ഇതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന XUV മോഡലൊരു കാറ്, അത് നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ദെൻ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇതേപോലെ ഇച്ചുകുട്ടിയും ഇന്നുകുട്ടിയും കൂടി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ഞാനതിൻ്റെ ഒരു ക്ലിപ്പ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരുടെയും സ്നേഹം കാണാൻ നല്ല രസമാണ്. പക്ഷേ സ്റ്റിൽ ഇന്നുവിൻ്റെ സ്നേഹം കുറച്ച് കൂടുതലായിട്ട് കുറച്ച് പ്രശ്നമാണ് കേട്ടോ. ആ ഒരു 6 ഇയേഴ്സ് ഏജ് ഗ്യാപ്പ് ആയതുകൊണ്ട് ഇവള് തൊടുന്നതും തലോടുന്നതും ഒക്കെ വേദനയാണ് കുഞ്ഞിപ്പിക്കിരിക്ക്. ഇന്നൂസ് ദേ ഉണ്ടാക്കിയ ഒരു മൈക്രോ ഗ്രീനാണ് കേട്ടോ ഇത്. മുതിരയാണിത്. ഹാർട്ട് ഷേപ്ഡ് ലീവ്സ് ഒക്കെ ആയിട്ട്. കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കും എപ്പോഴും. കാരണം ഇന്നൂസിന് സോറി ഇച്ചൂസിന് എപ്പോഴും പേര് മാറിപ്പോട്ടോ. ഇച്ചുകുട്ടിക്ക് പാൽപ്പൊടിയും കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് നാന്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളമുണ്ടല്ലോ, ചൂട് കളയാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആക്കി വെക്കും. അതിന് ശേഷമാണ് യൂസ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഫീഡിങ്ങും അതുപോലെ തന്നെ ഇതുപോലത്തെ ബോട്ടിൽ മിൽക്കാക്കി കൊടുക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ബ്രസ്റ്റ് പമ്പും ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയത്, പിന്നെ ക്വാളിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മധുരക്കിഴങ്ങ് ഒക്കെ കഴിക്കാറുണ്ട്. മാക്സിമം ട്രൈ ചെയ്യും. എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല, പക്ഷേ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വരാൽ കറിയാണ്. സഫാരി പോയ സമയത്ത് നല്ലൊരു വരാലിനെ കിട്ടി. സോ ഇതുപോലെ എണ്ണ ഒഴിച്ചു, അതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കറി ലീവ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിന് ശേഷം ഇവിടെ അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് ലേസി ആയതുകൊണ്ട് ഞാൻ എല്ലാം കൂടി മിക്സിയിൽ തന്നെ ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് നേരം ഇളക്കി നല്ല മണമൊക്കെ വന്ന് എല്ലാം ഒന്ന് സെറ്റായിട്ട് വേണം നമുക്ക് നമ്മുടെ വരാൽ കറി ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. വരാൽ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചെറിയ ഉള്ളിയാണ് കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് വഴറ്റി കിട്ടണം. സവാള ചേർക്കുന്നതിലും എപ്പോഴും ടേസ്റ്റ് കൂടുതലെന്ന് വെച്ചാൽ ഈ ചെറിയ ഉള്ളിക്ക് തന്നെയാണല്ലോ. പക്ഷേ ലേസി ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. സ്കൂളിലെ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് സവാള എടുക്കാറുണ്ട്. ഇതിലേക്ക് പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരൽപ്പം കായപ്പൊടി, ഉലുവപ്പൊടി, ഉപ്പ്, ഇത്ര കാര്യങ്ങൾ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ. പച്ചമണം നന്നായിട്ട് മാറുകയും വേണം, അതുപോലെ ഇത് കരിഞ്ഞു പോകാനും പാടില്ല. ആ രീതിയിൽ കുറച്ച് നേരം ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒന്ന് സെറ്റായിട്ട് വരണം കേട്ടോ. ഇനി നമുക്ക് തക്കാളി പ്യൂരി ആക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വരണം. തിള വന്ന് ആ എണ്ണയൊക്കെ തെളിഞ്ഞാലാണ് പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി നല്ല കൊഴുത്ത കറി കിട്ടുള്ളൂ. സോ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക, സെറ്റാക്കി എടുക്കുക. ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് വേവിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ വരാൽ അങ്ങനെ എപ്പോഴും കിട്ടാറില്ല. ഈ വട്ടം സഫാരി മോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ വരാലിരിക്കുന്നു. അപ്പോൾ ഒരു പണ്ട് ഒരിക്കൽ ഷാപ്പ് കറി കഴിച്ചിട്ടുണ്ടായിരുന്നു വരാലിൻ്റെ. അപ്പോൾ ആ ഒരു ടേസ്റ്റിലാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. ഇക്കൊക്കെ പലവട്ടം പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് വാങ്ങുന്ന വരാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, നാട്ടിൽ നിന്ന് ഫ്രഷ് വാങ്ങുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. ബട്ട് സ്റ്റിൽ ആഗ്രഹം കൊണ്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സഫാരി മോളിൽ തന്നെ ക്ലീനൊക്കെ ആക്കി കട്ട് ചെയ്ത് തരും കേട്ടോ. പിന്നെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുറച്ച് കുടംപുളി നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് പുളി ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇതെടുത്ത് മാറ്റും കേട്ടോ ഞാൻ. കാരണം പെട്ടെന്ന് ഇന്ന് നൈറ്റ് തന്നെ എല്ലാം റെഡി ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം പുളി ഞാൻ ചേർത്തിട്ടുള്ളത്. അല്ലെങ്കിൽ പുളി പിടിക്കാൻ സമയമെടുക്കുമല്ലോ, അതുകൊണ്ടിട്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മീനിൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നന്നായിട്ട് എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ പീസിലേക്ക് എണ്ണ
തെളിഞ്ഞാൽ കൂടിയും ആ ഒരു ടേസ്റ്റ് പിടിക്കാനായിട്ട് കുറച്ച് പാടാന്ന് പറയുന്നു. സോ ഞാൻ ചിലപ്പോൾ ഈ കറി സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നതാണ്. എന്തായാലും പുട്ടും ഈ കറിയും കൂടി കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഒരു 8-10 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. സോ ഇതാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ മധുരക്കിഴങ്ങാണ് കേട്ടോ ആക്ച്വലി കഴിക്കണേ. കാരണം മധുരക്കിഴങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് ഉള്ളിൽ ചെല്ലണമല്ലോ, അതിന് വേണ്ടിയിട്ട്. കറി കണ്ടോ ഇവിടെ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇക്കാക്കും ബാക്കിയുള്ളവർക്കൊക്കെ പുട്ടാണ് വേണ്ടത്. സോ ഇൻസ്റ്റൻറ്റ് പുട്ട് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തായാലും അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏത് ഇൻസ്റ്റൻറ്റ് പുട്ടാണെന്ന്. അതായത് നമ്മൾ വേവിക്കുകയോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു വെള്ളം മിക്സ് ചെയ്താൽ മാത്രം മതി, പുട്ട് റെഡി. അങ്ങനത്തെ പുട്ടിൻ്റെ പാക്കറ്റ് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വരാൽക്കറി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ആമസോണിൽ നിന്ന് ഡെലിവറി വന്നിട്ടുണ്ട്. എന്താണെന്ന് കാണിക്കാം കേട്ടോ. കാറൊക്കെ വാങ്ങിച്ചില്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് ഇക്കാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. യൂസ്ഫുൾ ആയിട്ടുള്ളത്. വലിയ സംഭവമൊന്നുമില്ല കേട്ടോ, ചെറിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കുറേ നാളായി ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട്. സോ ഐ ജസ്റ്റ് ഇൻക്ലൂഡഡ് ദിസ് ടു. ഇതെന്താണെന്നറിയോ, നമ്മൾ ചായയൊക്കെ വാങ്ങിയിട്ട് എപ്പോഴും വയ്ക്കാറുണ്ട് വണ്ടിയിൽ. സോ അത് ഗ്രിപ്പ്, അത് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, തുളുമ്പി പോവാതിരിക്കാൻ. പിന്നെ ഇക്കാക്കക്ക് വേണ്ടിയിട്ട് ബാംബൂ സോക്സ് ആണ് കേട്ടോ. ഈ ബാംബൂ സോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് കാല് പൊട്ടുന്ന അല്ലെങ്കിൽ കാലിലിങ്ങനെ തൊലി പോകുന്നതൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഷൂ ഇട്ടതിന് ശേഷം സ്മെല്ലൊക്കെ വരുന്നു, അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബാംബൂ സോക്സ് ആണ്. സോറി. പിന്നെ നമ്മുടെ കാലിൽ ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഐ ലവ് ഇറ്റ്. എന്താ പറയുക, ലൈറ്റ് വെയ്റ്റഡ് ആണ്, അതുപോലെ തന്നെ ഗോൾഡൻ കളറുമാണ്. പിന്നെ അത്യാവശ്യം വേണ്ട ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ 5 മിനിറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്. ഹോട്ട് വാട്ടർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് മേടിച്ചതാണ് കേട്ടോ. പുട്ടുപൊടി എടുക്കുക, അതിൽ പറഞ്ഞിട്ടുള്ള അളവിൽ വെള്ളം ചേർക്കുക, ഈക്വൽ എമൗണ്ടിൽ തന്നെ വെള്ളം ചേർക്കുക, ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇത് എപ്പോഴും നന്നായിട്ടൊന്ന് വന്നതിന് ശേഷം കുറച്ച് തേങ്ങ കൂടി ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആദ്യമൊന്ന് കുറച്ച് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഇളക്കും തോറും അത് അബ്സോർബായി പോകുന്നുണ്ട് വാട്ടറൊക്കെ. കറക്റ്റ് പുട്ടായിട്ട് വന്നു കേട്ടോ. അടച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുക. ആ സമയത്ത് കുറച്ച് തേങ്ങ എടുത്തു, ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കട്ടെ. ഫ്രോസൺ തേങ്ങ എപ്പോഴും വാങ്ങുന്നത് ഇതുപോലെ എന്താ പറയുക, ചിരകിയ തേങ്ങ, അതാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചൂടാക്കി എടുക്കുക, ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക. നമ്മുടെ ടേസ്റ്റി പുട്ട് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു പുട്ടുപൊടി ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ പുട്ടും ഇതെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാനും ഇന്നോസും കൂടി ഇവിടെ ഇച്ചുക്കുട്ടീൻ്റെ അടുത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഇന്നു ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇച്ചുക്കുട്ടിയും ഡാൻസ് കളിക്കുന്നുണ്ട്. ഇപ്പം മൂത്ത ആളുള്ളത് കൊണ്ട് തന്നെ ഇളയാൾ പെട്ടെന്ന് എല്ലാം ഗ്രാസ്പ് ചെയ്തെടുക്കും. പിന്നെ എപ്പോഴും നോക്കണം, ഒന്ന് കണ്ണെത്തണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മൂത്ത കുട്ടികളായതുകൊണ്ട് അവർക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ 6 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും അറിയുമെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ അറിയുമെന്ന് ചോദിച്ചാൽ അറിയും. അവർക്ക് വെയിറ്റൊക്കെ ഉള്ളത് കൊണ്ടിട്ട് എങ്ങാനും കുട്ടിയുടെ മേത്തേക്കൊക്കെ വീണാലോ, അല്ലെങ്കിൽ ഓവറായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ വേദന എടുത്താലോ, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഒരു കണ്ണ് അവരുടെ അടുത്ത് വേണം. അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്നുവിൻ്റെ ഡാൻസ് പഠിപ്പിക്കലാണ് കേട്ടോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കാനായിട്ട് മറക്കണ്ട. ചെറിയ എക്സ്പെരിമെൻറ്റ് വീഡിയോ ഒക്കെയാണ് കേട്ടോ. ഞാനപ്പോൾ ഇന്നോസിൻ്റെ കൂടെ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും കുട്ടികളുടെ കൂടെ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ എന്തായാലും ക്രാഫ്റ്റും എക്സ്പെരിമെൻ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ സയൻസ് ടീച്ചറായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് സ്കൂളിൽ പോയിട്ട് ചെയ്യുക. അപ്പം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ നല്ല ഫൺ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പം വീണ്ടും നാളെ കാണാം. അതുവരേക്കും ബൈ ഡിയേഴ്സ്.